ഫ്രം മല്ലു ക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിക്ക് പമ്പായിട്ടുണ്ട്. ഇന്നലെ നമ്മളെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BTCയുടെ ചാർട്ട് എടുത്ത് നോക്കി അറിയാം. നമ്മൾ ഇന്നലെ വരച്ചിരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു പമ്പ് വന്ന് ഇതിന് മുമ്പത്തെ ഓൾ ടൈം ഹൈയിൽ തട്ടി അവിടെ നിന്നും റിജക്റ്റ് ആവാതെ മുകളിലേക്ക് തന്നെ പോയിട്ട് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ അത് 72.2K ആ റീജിയനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുത്തുള്ള ഓൾ ടൈം ഹൈ ആ റീജിയൻസ് പഴയ സൈക്കിളിലെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 69 ആയിരുന്നു. അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഈ ഒരു ലൈനിൽ വന്ന് റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ബുള്ളിഷ് ഒരു റീടെസ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസാണ്. നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. സോ എന്തായാലും നമ്മളുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു എയർ ഡ്രോപ്പിൻ്റെ ഒരു സീരീസ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനൊന്നും ഉറപ്പ് പറയുന്നില്ല, ബിക്കോസ് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഉറപ്പ് പറയാതെ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലായിരിക്കും നമ്മൾ ഇൻഫോം ചെയ്യുക എപ്പോഴാണ് ലൈവ് വരിക, എപ്പോഴാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ അതിനുശേഷം എന്തായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 2.81 ട്രില്യൺ ആയിട്ടുണ്ട്. അതുപോലെ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 50% ആയിരുന്നു, അവിടെ നിന്ന് 49.9% ആയിട്ടുണ്ട്. ഇതീരിയത്തിൻ്റെത് 15.8% ആയിട്ടുണ്ട്. അത് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സോ അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതീരിയത്തിൻ്റേത് നോക്കുകയാണെങ്കിൽ ഒരു ബിറ്റ് കോയിൻ്റെ നോക്കുകയാണെങ്കിൽ 2.6% ആണ് അപ്പ് ഉണ്ടായിട്ടുള്ളത്. ഇതീരിയത്തിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8% പമ്പാണ് ഉണ്ടായിട്ടുള്ളത്. BNB പമ്പായിട്ടുണ്ട്, സൊലാന പമ്പായിട്ടുണ്ട്. ദെൻ സ്റ്റേക്ക് ഡീത്ത്, XRP, ദെൻ ഡോജ് കോയിൻ, ടണ്ണ്, കർഡാനോ, അവലാഞ്ച്, ഷിബായിനു, അങ്ങനെ പലതരത്തിലുള്ള കോയിൻസ് നല്ല രീതിക്ക് പമ്പായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നല്ല രീതിക്ക് മാർക്കറ്റിൽ പമ്പായിട്ടുള്ള കുറച്ച് ടോക്കൺസ് എന്ന് പറയുന്നത്. എന്തായാലും മാർക്കറ്റിൽ ഇനിയും ആ ടോക്കൺസ് ഇങ്ങനെ പമ്പാവുന്നൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് 24 hour റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിയോ ഒരു 38% എവിടുന്നോ വന്ന് പമ്പായിട്ടുണ്ട്. ദെൻ ടൺ കോയിൻ ഒരു 26% പമ്പായിട്ടുണ്ട്. ഇത്തീന എന്ന് പറയുന്നത് ഒരു 15% പമ്പായിട്ടുണ്ട്. ദെൻ ചില്ലീസ് ഒരു 9% പമ്പായിട്ടുണ്ട്. വിഫാറ്റ് ഒരു 10% പമ്പായിട്ടുണ്ട്. $4 ആയിട്ടുണ്ട്. ഏകദേശം 4 ബില്യണാണ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് ഇനിയും നല്ല രീതിക്ക് ഒരു 10-15 ബില്യണൊക്കെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ പോലും ബുൾ മാർക്കറ്റ് ഒന്നൊക്കെ പച്ച പിടിച്ച് കഴിഞ്ഞാൽ. ദെൻ വീച്ചൈൻ ഒരു 10% പമ്പായിട്ടുണ്ട്. ഫാൻഡം ഒരു 10%, തീറ്റ നെറ്റ്വർക്ക് ഒരു 10%, അങ്ങനെ കുറേ ടോക്കൺസ് ഒരു നല്ല രീതിക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. ഇതീരിയം 8%, SNX ഒരു 8%. ദെൻ ഇത് മൊത്തം എന്ന് വെച്ചാൽ ഈതർ ഫൈത്ത്, റോക്കറ്റ് പൂൾ ഈത്ത്, മാൻഡിൽ ഈത്ത് പമ്പായിൻ്റെ പിന്നാലെ പമ്പായിട്ടുള്ളതാണ്. ഈത്ത് ബേസിക്കലി ഇത് മൊത്തം ഈത്താണ്. ഗാല, ആക്സി, റോണിൻ, ഒപ്റ്റിമിസം, ദെൻ നിയർ പ്രോട്ടോക്കോൾ. സോ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും താഴേക്ക് പോയതും കൂടി നോക്കി നോക്കാം. എന്തായാലും താഴേക്ക് ഏതൊക്കെയാണ് പോയിട്ടുള്ളത്. വോം ഹോൾ താഴേക്ക് വന്നിട്ടുണ്ട്. ദെൻ മാൻഡിൽ, ഫ്ലെയർ, അങ്ങനെ കഴിഞ്ഞു. അത്രയ്ക്ക് ചെറിയ ചെറിയ ടോക്കൺസ് മാത്രമാണ് താഴേക്ക് വന്നിട്ടുള്ളൂ. ലാസ്റ്റ് 24 hour ബിറ്റ് കോയിൻ ക്യാഷ് വന്നിട്ടുണ്ട്. സോ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് മാത്രം, അതുപോലെ ചെറിയ ടോക്കൺസ് മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്തായാലും ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 71-29 എന്ന് പറഞ്ഞ ഒരു റീജിയനിലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് ഒരു പമ്പ് അത് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന അതേ റീജിയനിൽ നിന്ന് പമ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതാണ് പവർ ഓഫ് ചാർട്ടോ, പവർ ഓഫ് TAയോ എന്തൊക്കെയോ പറയും. സോ അതാണ് അതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈത്തിൻ്റെ ഒരു പമ്പ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഈത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് വലിയ ബേസിക് വലിയ അനത്തര കാര്യമൊന്നുമില്ല ഗൈസ്. അതായത് ഇവിടുന്ന് ഒരു ലൈൻ എടുത്തിട്ട്
ഇത് ഇവിടുത്തെ ഒരു ഹൈ നോക്കിയിട്ടൊരു വര വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും എങ്ങനെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ വരയ്ക്കുമ്പോൾ ഇവിടെയായിരുന്നു ചാർട്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മുകളിലത്തെ ഒരു റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടും. സോ അതായിരിക്കും ഇതിവിടെ നിന്ന് പമ്പായി പോകുമ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ കോമൺ സെൻസ്. അത് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ അതാണ് ഇപ്പോൾ ഇവിടെ ഇതീരിയത്തിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പല ടോക്കൺസും പമ്പായിട്ടുണ്ട്. ഇപ്പോൾ സൊലാന പമ്പായിട്ടുണ്ട്. സൊലാന വളരെ കൺജസ്റ്റഡ് ആണ് ഇപ്പോഴും, ആർക്കും ട്രേഡൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സ്വാപ്പ് ചെയ്യുമ്പോൾ പോലും ഫുൾ എററാണ് വരുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൊലാനയിൽ ഇപ്പോൾ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക, എന്നിട്ട് പമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്തായാലും വളരെ ചെറുതായിട്ട് തന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതിലിനി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. സോ എന്തായാലും മാർക്കറ്റിൽ നല്ല രീതിക്കുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് തന്നെയായിരിക്കും. അതായത് ബിറ്റ്കോയിൻ ഹാവിങ് ഒക്കെയാണ് വരുന്നത്. സോ ബിറ്റ്കോയിൻ ഹാവിങ്ങിനോടനുബന്ധിച്ചുള്ള ഒരു സംഭവവികാസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും നടന്നേക്കാം. എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.